5 വയസ്സുകാരൻ ആദർശിനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം നൽകും. കാരണം ഈ കുഞ്ഞു പ്രായത്തിലെ വലിയ വലിയ കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള കഴിവ് ആദർശിനുണ്ട്. ആദർശിന്റെ വിശേഷങ്ങൾ കാണാം കെലഡോസ്കോപ്പിൽ ഇനി. Kaleidoscope was kalos, meaning beautiful. Eidos, meaning shape. Scorpio, meaning to look or to examine. Observe a beautiful form. ഇത് ആദർശ് ജോർജ്, വയസ്സ് 5. വാക്കുകൾ ഉറപ്പിച്ചുച്ചരിക്കാൻ കഴിയാത്ത പ്രായത്തിലും ഏതു ചോദ്യത്തിനും ഉറപ്പിച്ചുത്തരം പറയാൻ ആദർശിനാകും. സംശയമുണ്ടെങ്കിൽ സൂര്യന് കീഴിലുള്ള എന്തിനെ പറ്റിയും ആദർശിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. സൂര്യനിലെ ചൂട് എത്രയാണെന്ന് പറയാം. സൂര്യനിലെ ചൂട് 18 million Fahrenheit and 10 million centigrade. If you are astronauts, but you cannot touch the sun because it's 18 million Fahrenheit, 10 million centigrade. It will make people burn into ashes. ഇന്ത്യക്ക് എത്ര സ്റ്റേറ്റുകളുണ്ട്? 28. And how many union territories? 7. First atom bomb അമേരിക്ക എവിടെ ഇട്ടെന്ന് പറയും? First atom bomb was at Hiroshima. ഹിരോഷിമ ഏത് ദിവസമാണ് നോക്കുന്നത്? 6 August 1945. 6 August 1945. 1945. My grandfather born before that. Oh, your grandfather born before that, eh? He born on 12 April 1942. 42. അമേരിക്ക ഇട്ട ബോംബിന്റെ പേരൊന്ന് പറയാം. America is bomb. ഹിരോഷിമ ലിറ്റിൽ ബോയ്സ്. ഫൈറ്റർ പ്ലെയിന്റെ പേരൊന്ന് പറയാം. ആ ബോംബ് ഇടാൻ പോയ ഫൈറ്റർ പ്ലെയിന്റെ പേര്? Bomber B-29 bomber Enola Gay. ഇങ്ങനെ നിസ്സാരമായ ചോദ്യം മുതൽ വർഷവും തീയതിയും ഓർത്തിരിക്കേണ്ട സംഭവം വരെ ആദർശിന് ഹൃദിസ്ഥം. വേൾഡ് വാർ ഫസ്റ്റ് എന്നാ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം? 28 July 1914. എന്നാ വേൾഡ് വാർ ഫസ്റ്റ് എൻഡ് ചെയ്തേ? എന്നാ അവസാനിച്ചേ? November 11, 1918 at 11 o'clock. ഓ, എത്ര പേര് മരിച്ചു? അപ്രോക്സിമേറ്റ്ലി എത്ര പേര് മരിച്ചു വേൾഡ് വാർ ഫസ്റ്റില്? 16 to 20 million. 16 to 20 million. വേൾഡ് വാർ സെക്കൻഡ് എന്നാ സ്റ്റാർട്ട് ചെയ്തേ? World War II started at 1 September 1939. എന്നാ വേൾഡ് വാർ സെക്കൻഡ് അവസാനിച്ചേ? 2 September 1945. ഓക്കെ. എത്ര 6 years and 1 day. ഓ, അത് 6 years and 1 day ഉണ്ടായിരുന്നു അല്ലേ? ആ സെക്കൻഡ് വേൾഡ് വാറിൽ എത്ര പേരാ മരിച്ചേ? Second World War 50. It was a worse war. വേഴ്സ് വാർ. Because of 50 million to 70 million died. ആദർശിന് 2.5 വയസ്സ് പ്രായമുള്ള സമയം. അന്ന് ഹെയ്ത്തിയിലുണ്ടായ ഭൂകമ്പത്തെപ്പറ്റി BBC-യിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന അച്ഛൻ അനീഷ് ജോർജിനോട് ഹെയ്ത്തിയുടെ തലസ്ഥാനം പോർട്ട് ഓഫ് പ്രിൻസ് ആദർശ് പറഞ്ഞു. കുഞ്ഞുവായിൽ നിന്ന് വരുന്ന വലിയ കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ട അനീഷിന് ആ സമയം മറ്റൊരു സംഭവം ഓർമ്മ വന്നു. അച്ഛനും ആദർശും നടക്കാനിറങ്ങവേ പൊടുന്നനെ വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ആദർശ് കൃത്യമായി വായിച്ചു. അതും അക്ഷരമാലയും അക്കങ്ങളുമൊക്കെ പഠിക്കുന്നതിനു മുമ്പ്. അങ്ങനെ ഇന്റർനെറ്റിൽ നിന്നും 200 രാജ്യങ്ങളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പട്ടികയെടുത്ത് അനീഷ് ആദർശിന് നൽകി. ഹെയ്ത്തിയിൽ ഒരു എർത്ത് കേക്ക് ഉണ്ടായിരുന്നു. ഹെയ്ത്തിയിലെ എർത്ത് കേക്ക് ഉണ്ടായി. ഞാൻ BBC ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലണ്ടനിൽ വെച്ച് എന്നോട് ആദർശ് പറഞ്ഞു, ഹെയ്ത്തിയുടെ ക്യാപിറ്റല് പോർട്ട് ഓഫ് പ്രിൻസ് ആന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, അവൻ അങ്ങനെ അറിയാവുന്നുള്ള. പിന്നെ ഞാൻ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം മോഹൻ പറഞ്ഞു അത് ന്യൂഡൽഹിയാണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റൽ, ലണ്ടന്റെ UK ക്യാപിറ്റൽ വെച്ചിട്ട് പറഞ്ഞു ലണ്ടൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7 ക്യാപിറ്റൽസ് ഞാൻ ചോദിച്ചു. അന്നേരം അതിനെല്ലാം മറുപടി പറഞ്ഞു. അന്നേരം ഞാൻ ഇന്റർനെറ്റിനകത്തുനിന്ന് 200 രാജ്യങ്ങളുടെ ക്യാപിറ്റലില് പ്രിന്റ് ഔട്ട് എടുത്ത് ആദർശിന് കൊടുത്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ 200 രാജ്യങ്ങളുടെ ക്യാപിറ്റലും ആദർശ് എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും പറയുമായിരുന്നു. ഒരു പ്രത്യേകത 2 വയസ്സും 3 മാസം ആയപ്പം 2.5 വയസ്സെന്ന് പറയാം. 2.5 വയസ്സായപ്പം നമ്മൾ അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കാതെ തന്നെ ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി. ആദ്യം കാറിന്റെ നമ്പർ പ്ലേറ്റുകളൊന്നും പഠിപ്പിക്കാതെ വായിച്ചു. നമ്മൾ സർപ്രൈസ് ആയി. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? New Delhi. ന്യൂ ഡൽഹി. ഓക്കെ. ക്യാപിറ്റൽ ഓഫ് സൗദി അറേബ്യ? Saudi Arabia. Riyadh. റിയാദ്. ക്യാപിറ്റൽ ഓഫ് സിംഗപ്പൂർ? Singapore City. സിറ്റി. ക്യാപിറ്റൽ ഓഫ് മെക്സിക്കോ? Mexico City. ഇന്നെന്തായാലും ആദർശ് നമ്മൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകും. ഒളിമ്പിക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം? 776 BC. മോഡേൺ ഒളിമ്പിക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം? മോഡേൺ ഒളിമ്പിക്സ് Modern Olympics started at
1896. 1896. എവിടെയായിരുന്നു അത്? എവിടെയായിരുന്നു അത്? Athens. ആദർശിന്റെ ഈ അപാര ഓർമ്മശക്തി ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത്. ആദർശിന് ഡ്യുവൽ മെമ്മറി പവർ ഉണ്ടെന്നും ചില സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. ഡ്യുവൽ മെമ്മറി നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൻസർ പറയുകയും ചെയ്യും. ബ്രിട്ടീഷ് സർക്കാരിന്റെ ബെസ്റ്റ് യങ് ടാലന്റ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ കുഞ്ഞു പ്രതിഭയെ തേടി എത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം അവിടെ ടാലന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ പ്രവാസി മലയാളി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് ടാലന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദർശിന്റെ കഴിവുകളെപ്പറ്റി കേട്ടറിഞ്ഞ് നിരവധി പ്രമുഖരും വിളിക്കാറുണ്ട്. ബ്രിട്ടനിൽ ഡേവിഡ് കാമറൂൺ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ആദർശിനെ അഭിനന്ദിച്ചുകൊണ്ട് കത്തയക്കുന്നത്. പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമും ശശി തരൂരും ആദർശിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രിൻസ് വില്യംസ് അവിടെ രാജകുമാരന് അഭിനന്ദന കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിവാഹത്തിന് ലെറ്റർ അയച്ചിരുന്നു. പിന്നെ ക്വീൻ എലിസബത്തിന്റെ ഡയമണ്ട് ജൂബിലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു റോയൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു അപ്രീസിയേഷൻ അയച്ചിരുന്നു. പിന്നെ ആദർശ് 3 വയസ്സുള്ളപ്പം അന്ന് ഡേവിഡ് കാമറൂൺ പ്രൈം മിനിസ്റ്റർ അല്ലായിരുന്നു. പുള്ളി ഓപ്പോസിഷൻ ലീഡർ ആയിരുന്ന സമയത്ത് ഡേവിഡ് കാമറൂൺ ഒരു അപ്രീസിയേഷൻ ലെറ്റർ അയച്ചിരുന്നു. അത് കഴിഞ്ഞ് ഡേവിഡ് കാമറൂൺ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഡേവിഡ് കാമറൂൺ 2 പ്രാവശ്യം ആദർശിനെ കോണ്ടാക്ട് ചെയ്യുന്നു. സെപ്റ്റംബറിൽ നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞനാകാനാണ് ആദർശിന്റെ ആഗ്രഹം. ഇന്ധനമില്ലാതെ ഓടുന്ന കാർ കണ്ടുപിടിക്കുക ഈ കൊച്ചുമിടുക്കന്റെ വലിയ സ്വപ്നവും. ആദർശിന് എന്താവണമെന്നാണ് ആഗ്രഹം? Scientist. എന്ത് സയന്റിസ്റ്റ്? Who invent the car running with water. വെള്ളം കൊണ്ട് ഓടിക്കുന്ന കാർ. I like to invent the car running with water, and I want to buy a car running with water. ചെറുപ്രായത്തിലെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആദർശിന് 12 ഭാഷകളിൽ എണ്ണാനറിയാം. 3 ഭാഷകളിൽ നന്നായി സംസാരിക്കാനും. ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഓർക്കുട്ടിലുമൊക്കെ ആദർശ് സജീവമാണ്. 9 വർഷമായി ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസക്കാരായ പത്തനംതിട്ട മല്ലപ്പള്ളി ചക്കാലമുറിയിൽ അനീഷ് ജോർജിന്റെയും മഞ്ജുവിന്റെയും ഏക മകനാണ് ആദർശ്. ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയാണ് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം. കാണാനാഗ്രഹിക്കുന്ന ആൾ പ്രണബ് മുഖർജിയും. To whom you want to meet first in big personalities? Pranab Mukherjee. He's a big personality. He's a president of India.